പ്രാർത്ഥനയും ജീവിതവും ഓരോ ദിവസവും ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ എത്ര സങ്കടത്തിൽ കിടക്കുന്ന ആൾക്കാരായാലും ജീവിക്കാനൊരു ആവേശം തോന്നാം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സീറോ മൈനസായിട്ട് വന്നാലും ദൈവം ഡിവൈഡ് ഓഫ് അവർ മെറിറ്റ്സ്, നമ്മുടെ യോഗ്യത കണക്കാക്കാതെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ വരെ ലിഫ്റ്റ് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ ശരിക്കും നമുക്ക് വല്ലാത്ത പ്രത്യാശ തരാനുണ്ട്. ഈ ദിവസങ്ങളിൽ ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ള 2 സാക്ഷ്യങ്ങൾ വന്നായിരുന്നു. വിഷയം ഒന്നാണ്, 2 വ്യക്തികൾക്ക് 2 രാജ്യങ്ങൾ സംഭവിക്കുന്നതാണ്. വിഷയം ഒന്നാണ്, ഒരു GNM നേഴ്സ്, നേഴ്സിംഗ് അസിസ്റ്റൻ്റ്. അപ്പോൾ നേഴ്സിംഗ് അസിസ്റ്റൻ്റിൻ്റെ കാര്യം അറിയാമല്ലോ, അവർക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. അവർക്ക് കുറേ അധികം വർക്ക് ലോഡ് വരും. പിന്നെ എല്ലാവരും അവരുടെ പേര് ഭരിക്കാൻ ചെല്ലും. അവരുടെ മുകളിൽ നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ വർക്ക് കുറേ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സങ്കടം വരും. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മാറി ഒന്ന് രജിസ്റ്റേർഡ് നേഴ്സായാൽ കൊള്ളാമെന്ന്. പക്ഷെ അതിനൊക്കെ പല പല പരീക്ഷകളൊക്കെ എഴുതണം, അതിനുള്ള കഴിവുണ്ടാകത്തില്ല. അപ്പം അങ്ങനെ 2 കേസുകൾ ഈ പ്രാവശ്യം വന്നു. ഒരു കേസെന്ന് പറയുന്നത് സിൽവിയ എന്ന് പറഞ്ഞ ദിവസമാണ്, ഒരു നേഴ്സിൻ്റെ സാക്ഷ്യമാണ്. അതുപോലെ ഹസ്ബൻഡ് റിജോ. അപ്പോൾ അവർ ഇതുപോലെ GNM ആണ്, ആസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യണത്. ആസ്ട്രേലിയയിൽ പോകുന്നതിന് വേണ്ടി അവർ രജിസ്റ്റേർഡ് നേഴ്സാകാൻ വേണ്ടിയാണ് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, പ്രാർത്ഥിച്ചിരിക്കുന്നത്. പക്ഷേ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ടെസ്റ്റ് വരണത്, ഇവർ പ്രാർത്ഥിച്ച കാര്യം മറന്നുപോകും. മറന്നു പോകുന്നതിൻ്റെ കാരണം, ഇപ്പം നമ്മൾ എന്താണ് ഈ വിഷയങ്ങൾ മറന്നു പോകാൻ കാരണം? നമ്മളത് രജിസ്റ്റർ ചെയ്യാത്ത കൊണ്ടാണ്, അല്ലേ? നമ്മുടെ തലയിൽ അത് രജിസ്റ്റർ ചെയ്യാത്ത കാര്യങ്ങളല്ലേ മറന്നു പോണത്. എന്തുകൊണ്ടാണ് ഇവർ GNM മാറിയിട്ട് രജിസ്റ്റർ നേഴ്സാകണമെന്ന് മാതാവിനോട് പറഞ്ഞ കാര്യം ഇവർ മറന്നുപോയി. കാര്യം എന്താണ്? അത് നടക്കത്തില്ലെന്ന് ഇവർ തന്നെ. കാര്യം അതിന് കുറേ പരീക്ഷകളൊക്കെ ഉണ്ടല്ലോ. ആ പരീക്ഷകൾ എഴുതാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവർ 200 ആപ്ലിക്കേഷൻസ് പലയിടത്തായിട്ട് വെച്ചിട്ടുണ്ട്. 200 റിജക്റ്റ് ചെയ്ത് പോയി. അപ്പോൾ എത്രയോ വർഷമെടുത്ത്. റിജക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 10-20 അല്ലേ, 200 ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് 200 പല രാജ്യങ്ങളിൽ പല ഹോസ്പിറ്റലിൽ റിജക്റ്റ് ആയത് കൊണ്ടാണ് ഇത് കിട്ടാക്കനിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ രജിസ്റ്റർ ചെയ്യാതെ, തലയിൽ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യാതെ അത് മറന്നുപോയി. അങ്ങനെ ഒരു സംഭവം മാതാവിനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നുപോയി. അപ്പോൾ നമ്മൾ തന്നെ അതിനൊരു മെറിറ്റ് ഇല്ല ശരിക്കും. കാര്യം നമ്മൾ ആ വിഷയം മറന്നുപോയല്ലോ. ഉടമ്പടിയിലുള്ള വിഷയം എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ മറന്നാലും ദൈവം മറക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ദിവസങ്ങളിലും ഉടമ്പടി വിസ്മയമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഒരു ദിവസം അവർ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ആകാശത്തേക്ക് ചുമ്മാ നോക്കിയപ്പോൾ 11 എഴുതി കാണിച്ച്. നമ്മൾ വേറെ ഒരു അനുഭവങ്ങളിലും കേൾക്കാത്ത ചില അനുഭവങ്ങളാണ് ഈ ഉടമ്പടിയിലുള്ളത്. അതായത് ഈ ദൈവം ആ തൻ്റെ ഉടമ്പടിയിൽ തന്നോട് കൂടെ ജീവിക്കുന്ന ആളിൻ്റെ കൂടെ അങ്ങ് ജീവിച്ചേക്കുകയാണ്. അവരുടെ വിഷയം ഏറ്റവും സീരിയസ് ആയിട്ട് എടുത്തിട്ട് നമ്മളുടെ വിഷയം നമ്മൾ മറന്നാലും മാതാവ് അത് മറക്കാതെ, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പോഴല്ല ഈ വിശ്വാസ ജീവിതം എന്ന് പറയണതേ ഒരു വല്ലാത്ത
പ്രത്യാശയാണ് നമുക്ക് തരണത്. നമ്മൾ ഒന്ന് വൃത്തിയും വിനയമായിട്ട് ദൈവതിരുസന്നിധി നിന്നാൽ മതി. ദൈവതിരുസന്നിധിയിലെ ആൾക്കാർക്ക് പറ്റണത് ഇപ്പോൾ ഇവർ മറന്നു പോകുമ്പോഴും ഈ സിൽവിയ റിജോ ദമ്പതികൾ അവർ ഉടമ്പടി ജീവിതം അവരുടേത് കറക്റ്റാണ്. അവരുടെ ഇൻറ്റൻഷൻസ് നിയോഗങ്ങളാണ് മറന്നത്. പക്ഷെ അവർ ഉടമ്പടിയുടെ നിബന്ധനകൾ മറന്നിട്ടില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മളുടെ നിയോഗങ്ങൾ നമ്മൾ ദൈവത്തിരുസന്നിധി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറന്നാൽ കുഴപ്പമൊന്നുമില്ല. എന്താ കാര്യം? അത് ദൈവം അത് ഓർത്തുള്ളൂ. നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ? ദൈവത്തോട് നമ്മൾ ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ, നിബന്ധനകളാണ് നമ്മൾ ഓർക്കേണ്ടത്, അല്ലേ? ചില ആൾക്കാർ എന്നാ വരുമെന്നറിയാവോ? നിയോഗം ഓർക്കും, നിബന്ധന മറന്നു. അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നേരെ മറിച്ച സംഭവിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ നിയോഗം മറന്നു പോകണം. എന്താ കാര്യം? അത് ഏൽപ്പിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ കരുത്താർന്ന് കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? നിബന്ധന. പക്ഷേ പലർക്കും സംഭവിക്കണത് എന്താണ്? അവർ നിബന്ധന മറന്നു പോകും. എന്താ ഓർക്കണേ? നിയോഗം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ചിന്തിക്കണേ, ഇതൊരു ഉടമ്പടി ധ്യാനമാണ്. അപ്പം നിങ്ങളെപ്പോഴും നിബന്ധന മറന്നുപോയോ അതോ നിയോഗമാണോ മറന്നതെന്ന് ചിന്തിക്കണം.